വീട്ടിൽ നിന്ന് സ്റ്റുഡിയോയിൽ വരാൻ നേരത്ത് വണ്ടിയിലാണല്ലോ വന്നല്ലേ? തീർച്ചയായിട്ടും. വണ്ടിയിൽ വരുന്ന സമയത്ത് എത്ര റെഡ് കളർ കാർസ് ഇബാദ് ഭായ് കണ്ടിട്ടുണ്ടാവും? ഞാൻ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇബാദ് ഭായ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഫോൺ വിളിച്ചു പറയായിരുന്നു, മിസ്റ്റർ ഇബാദ്, നിങ്ങൾ ഇന്ന് കാണുന്ന ഓരോ റെഡ് കളർ കാറിനും 1000 രൂപ വെച്ച് ഞാൻ തരാൻ പോകുന്നു എന്നൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇബാദ് ഭായ് വീട്ടിൽ നിന്നിറങ്ങി സ്റ്റുഡിയോയിലെത്തുന്നതിനകത്ത് ഒരുപാട് റെഡ് കളർ കാറ് കാണും. ഒബ്വിയസ്ലി കാണും. അതായത് നിങ്ങൾ ആക്റ്റീവ്ലി ഓപ്പർച്യൂണിറ്റി സീക്ക് ചെയ്താൽ നിങ്ങളുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റികൾ കാണാൻ സാധിക്കും. മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. റിയാസ് ഭായി ആയിട്ടുള്ള വീണ്ടും ഒരു എപ്പിസോഡാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾക്ക് ഇത് ഉപകാരപ്രദമാകുന്നു എന്നറിയുന്നതിലാണ് നമ്മളുടെ ഒരു ത്രില്ലിരിക്കുന്നത്. അപ്പോൾ റിയാസ് ഭായി, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെയിൽസിൽ എങ്ങനെ ഓപ്പർച്യൂണിറ്റി കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇപ്പോൾ സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ ഈ പ്ലേലിസ്റ്റ് കൂടുതലും എൻഗേജ് ചെയ്യുന്നത്. അപ്പം നമുക്കതിൻ്റെ അനലിറ്റിക്സിൽ നിന്ന് മനസ്സിലാകുന്ന അങ്ങനെയാണ്, ഏജ് ഗ്രൂപ്പും അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചാകാം. സെയിൽസിൽ എങ്ങനെ ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ് ഇബാദ്. ഞാനിതിനെ ഇബാദ് ഭായിയുടെ ലൈഫായിട്ടൊന്ന് കണക്ട് ചെയ്യാം. എൻ്റെ ലൈഫ്. ഇന്ന് വീട്ടിൽ നിന്ന് സ്റ്റുഡിയോയിൽ വരാൻ നേരത്ത് വണ്ടിയിലാണല്ലോ വന്നല്ലേ? തീർച്ചയായിട്ടും. വണ്ടിയിൽ വരുന്ന സമയത്ത് എത്ര റെഡ് കളർ കാർസ് ഇബാദ് ഭായ് കണ്ടിട്ടുണ്ടാവും? റെഡ് കളർ കാർസ് ഞാൻ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇല്ല. ഞാൻ റെഡ് കളർ കാണാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ പോളോ ഇല്ലേ, പോളോ GT, അത് എനിക്ക് വാങ്ങിക്കണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹമുണ്ടായിരുന്ന മനുഷ്യനാണ്. അപ്പം ഞാനതിൻ്റെ പൈസയൊക്കെ സംഘടിപ്പിച്ച് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, സാറേ ഞങ്ങൾ ഈ പ്രൊഡക്റ്റ് നിർത്തി കേട്ടോ എന്ന് പറഞ്ഞു. 11 ലക്ഷത്തി, ഞാൻ ഇപ്പോഴാണ് 11,80,000 രൂപ ഞാൻ ഇങ്ങനെ കൂട്ടി ഉറുമ്പ് ഇത് കൂട്ടണ പോലെ കൂട്ടി വെച്ചു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, പോളോ ഞങ്ങൾ നിർത്തി. അപ്പം അതുകൊണ്ട് റെഡ് കളർ ഞാൻ അത് പോളോ കണ്ടാൽ നോക്കാറുണ്ട്, എൻ്റെ ആഗ്രഹം. പക്ഷെ ഇന്നിപ്പം എത്ര റെഡ് കളർ കാർ ഇന്നങ്ങനെ മനസ്സിൽ ശ്രദ്ധിച്ചില്ല. ഇല്ല. നേരെ മറിച്ച് ഇന്ന് ഞാൻ രാവിലെ ഇബാദ് ഭായ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഫോൺ വിളിച്ചു പറയായിരുന്നു, മിസ്റ്റർ ഇബാദ്, നിങ്ങൾ ഇന്ന് കാണുന്ന ഓരോ റെഡ് കളർ കാറിനും 1000 രൂപ വെച്ച് ഞാൻ തരാൻ പോകുന്നു എന്നൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇബാദ് ഭായ് വീട്ടിൽ നിന്നിറങ്ങി സ്റ്റുഡിയോയിലെത്തുന്നതിനകത്ത് ഒരുപാട് റെഡ് കളർ കാറ് കാണും. ഒബ്വിയസ്ലി കാണും. അതാണ് സിനാരിയോ. ഇതിനെ ദി റെഡ് കാർ തിയറി എന്നാണ് പറയുന്നത് കേട്ടോ. അതെ, വളരെ പ്രസിദ്ധമായൊരു തിയറിയാണ്. അതായത് നിങ്ങൾ ആക്റ്റീവ്ലി ഓപ്പർച്യൂണിറ്റി സീക്ക് ചെയ്താൽ നിങ്ങളുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റികൾ കാണാൻ സാധിക്കും. നിങ്ങൾ ആക്റ്റീവ്ലി ഓപ്പർച്യൂണിറ്റി ആണ് സീക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മുന്നിൽ പല അവസരങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ മുന്നിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, നമ്മൾ കാണാത്തതാണ്. റെഡ് കളർ കാർ ഇവിടെ ഉണ്ട്. നിങ്ങൾ ശരിക്കും ഞാൻ ഈ പറഞ്ഞ 1000 റുപ്പീസിന്റെ റിവാർഡ് സീക്ക് ചെയ്തുകൊണ്ട് ഓപ്പർച്യൂണിറ്റി സീക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് റെഡ് കളർ കാർ കണ്ടേനെ. അപ്പോൾ അതേപോലെ തന്നെയാണ് ലൈഫിലായിക്കോട്ടെ സെയിൽസിലായിക്കോട്ടെ, നമുക്ക് ഓപ്പർച്യൂണിറ്റി കാണണമെങ്കിൽ ആദ്യം നമ്മളെ കാണാൻ റെഡിയാക്കണം, വില്ലിങ് ആക്കണം എന്ന് പറയും. നമ്മൾ വില്ലിങ് ആകണം, കാണാൻ തയ്യാറായി നമ്മൾ ഇറങ്ങിയാൽ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കും. മൈൻഡ് സെറ്റാണ്. നമ്മൾ മാനസികമായിട്ട് നമ്മളെ പ്രിപ്പയർ ചെയ്യണം, കാണാൻ റെഡിയാകണം. ഞാൻ നേരത്തെ ഇബാദ് ഭായ് ഇപ്പോൾ പോളോ കാർ മേടിക്കാൻ ആഗ്രഹിച്ചു, അങ്ങനെ ഒരു ഡീലർഷിപ്പിൽ പോയ കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഒരു പരിധിവരെ നമ്മളെ കേൾക്കുന്ന എല്ലാവർക്കും ഇത് കണക്ട് ചെയ്യാൻ പറ്റണം. നമ്മളൊരു വാഹനം സ്വന്തമാക്കാൻ ഒരുപാട് ആവേശത്തോടെ, ഇഷ്ടത്തോടെ, താല്പര്യത്തോടെ, സ്വപ്നം കണ്ട് ലക്ഷ്യത്തിലേക്ക് നമ്മളിങ്ങനെ എത്താനായി ഒരു ഡീലർഷിപ്പിലേക്ക് നമ്മൾ പോയി ആ വണ്ടി സ്വന്തമാക്കാൻ ഒരു ഡീലറിനെ കണ്ടു, കാര്യങ്ങൾ, പേയ്മെൻറ്റ്, സ്പെസിഫിക്കേഷനൊക്കെ മനസ്സിലാക്കിയിട്ട് അന്ന് നമ്മൾ തിരിച്ച് ഒരു പ്രൈവറ്റ് ബസ്സിൽ കയറിയിരിക്കുമ്പോൾ റോഡിലിറങ്ങിയാൽ ആ വണ്ടി തന്നെ ഒരുപാട് നമ്മൾ കേൾക്കുന്ന ഒരുപാട് പേർക്ക് ഈ അനുഭവം ഇപ്പോഴും കണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ആ വസ്തുവുമായിട്ടുള്ള കണക്ഷൻ
ആ വസ്തു നേടണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ യൂണിവേഴ്സിൽ ആ വസ്തു നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. പക്ഷെ നമ്മൾ തീരുമാനിക്കണം. പക്ഷെ ഇതേ റോഡിൽ ഒരാഴ്ച മുമ്പ് ഇത് മേടിക്കണമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ എനിക്ക് ഈ വണ്ടി കാണാൻ സാധിക്കില്ല. അതെ. അപ്പോൾ ഇതെങ്ങനെ സാധ്യമായത്? എൻ്റെ തീരുമാനമാണ്. ഞാൻ ഡിസർവ് ചെയ്യണം. ഞാൻ ഇതിന് അർഹനാണെന്ന് ഞാൻ അർഹിക്കുന്ന നിമിഷം എല്ലാ ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടും. പലപ്പോഴും പ്രശ്നം ഉണ്ടാവുന്ന എവിടെയെന്നറിയോ? നമ്മളിത് അർഹിക്കുന്നില്ല. നമ്മൾ ആദ്യം അർഹിക്കണം. ഇത് എൻ്റെതാണ്, ഇതെനിക്ക് വേണം എന്ന് ഞാൻ തീരുമാനമെടുക്കുന്നിടത്ത് ഓപ്പർച്യൂണിറ്റീസ് വരും. ഇങ്ങനെ തീരുമാനമെടുക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരം ട്രെയിനിങ്സിലൂടെയും കോച്ചിങ്ങിലൂടെയൊക്കെ ഓപ്പർച്യൂണിറ്റി സീക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ നോ. ഇല്ല. കാര്യം ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും ഈക്വലി അവൈലബിൾ ആണ്. പക്ഷേ അതിൽ ചിലർ മാത്രമേ മീനിങ്സ് കണ്ടെത്താനായിട്ട് ആക്ഷൻസ് എടുക്കുള്ളൂ. മനസ്സിലായി. കോയിൻസിഡൻസ് എല്ലാവർക്കും ഫീൽ ചെയ്യാറുണ്ട്. പലർക്കും, പ്രത്യേകിച്ച് ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന പല ആൾക്കാർക്കും ഒരു സാഹചര്യമോ സന്ദർഭമോ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ ഒരു ബൾബൊക്കെ കത്തും. ഇതൊരു കോയിൻസിഡൻസ് ആണ്, എനിക്ക് എന്തോ ദൈവം തന്നതാണ്, അല്ലെങ്കിൽ ചിലർ യൂണിവേഴ്സ് തന്നെന്നൊക്കെ പറയും. ഞാൻ പറയും ദൈവമാണ് തരുന്നത്. അപ്പോൾ ദൈവം എൻ്റെ മുന്നിൽ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടെത്തിച്ച് തന്നു. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഇത് എൻ്റെ ചിന്തയിലൂടെ വന്നതാണ് എന്നൊക്കെ കരുതുന്ന ചിലരുണ്ടാവും. പക്ഷെ വളരെ ചുരുക്കം ആൾക്കാരെ അതിനകത്ത് മീനിങ്സ് കണ്ടുപിടിക്കാനായി ആ ഓപ്പർച്യൂണിറ്റിയിൽ പോയി ഇടപെടുള്ളൂ. അതെ. അപ്പം റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ നമ്മൾ ഓപ്പർച്യൂണിറ്റിക്കകത്ത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ എടുക്കുന്ന ഇടപാടുകളാണ് പലപ്പോഴും ആൾക്കാരെ സക്സസ്ഫുൾ ആക്കുന്നത്. ഓപ്പർച്യൂണിറ്റി കിട്ടിയതുകൊണ്ട് സക്സസ്ഫുൾ ആവില്ല. ആ ഓപ്പർച്യൂണിറ്റിയെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ആക്ഷൻസ് എടുക്കണം. ആക്ഷൻസ് എടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി ആ പറയുന്ന കോയിൻസിഡൻസിനെ മീനിങ് ഫുൾ ആക്കാനും മീനിങ് ആയ കോയിൻസിഡൻസ് റിസൾട്ടിലേക്ക് പോവുകയും ചെയ്യും. ഇത് ഞാനൊരു ദൈവവിശ്വാസിയായതുകൊണ്ട് പറയുന്ന ഒരു കഥയുണ്ട് കേട്ടോ. ഞാൻ വളരെ എൻ്റെ ട്രെയിനിങ്ങിലൊക്കെ പറഞ്ഞു പോകുന്നൊരു കഥയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സ്റ്റോറിയാണ്. ഒരു ഓഫീസിൽ ഒരു ചെറുപ്പക്കാരൻ വലിയ ദൈവവിശ്വാസിയാണ് ഓഫീസിൽ. അപ്പോൾ അയാൾക്ക് കുറേ കൂട്ടുകാരുണ്ട്. ഇവരും ദൈവവിശ്വാസിയാണോ എന്ന് ചോദിച്ചാൽ ആണ്, ദൈവത്തേക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇയാളുടെ അത്രയും തീവ്രമായ വിശ്വാസമൊന്നുമില്ല. ഇയാൾ എന്ത് പറഞ്ഞാലും അവസരം വന്നാലും പ്രതിസന്ധി വന്നാലും ഒക്കെ പറയും ഇതൊക്കെ ദൈവത്തിൻ്റെയാണ്, ദൈവമുണ്ട്. മറ്റുള്ളവർ പലപ്പോഴും ഇയാളെ കളിയാക്കും. എടാ എവിടെ നിൻ്റെ ദൈവം? നിനക്ക് ഇന്ന പ്രശ്നം വന്നില്ല, എവിടെ ദൈവം എന്നൊക്കെ ചോദിച്ച് ഇയാളെപ്പോഴും ഇങ്ങനെ ആക്ഷേപിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇയാളെപ്പോഴും പ്രാർത്ഥനയിൽ ദൈവത്തോട് പറയും, ദൈവമേ എന്നെ ഇവരെല്ലാവരും പരിഹസിക്കുകയാണ്, നിന്നെ എനിക്ക് കണക്ട് ചെയ്യാനും പറ്റുന്നില്ല, എന്നാൽ നീ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്, വിശ്വാസമാണ്. അങ്ങനെ ഇവർ ഒരിക്കൽ ഒരു ടൂറിന് പോകും. ഇവരൊരു ക്രൂസ് കപ്പലിൽ ഷിപ്പിൽ ഒരു യാത്ര പോകും. യാത്ര പോകുന്ന വഴിക്ക് ഏതാണ്ട് കടലിൻ്റെ നടുക്കെത്താറാകുമ്പം കപ്പലിന് അറിയാലോ, കപ്പലാകുമ്പം നമുക്കിപ്പോൾ ഇമാജിൻ ചെയ്യാലോ, ഒരു ടൈറ്റാനിക്കുമായിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, കപ്പലൊന്ന് ഒരു ഐസിലിടിച്ചൊന്ന് തകരുകയാണ്, കപ്പൽ ബ്രേക്ക് ആവാണ്. അപ്പം സ്വാഭാവികമായിട്ട് വെള്ളം കയറും കപ്പലിനകത്ത്. അപ്പോൾ കപ്പലിനകത്ത് വെള്ളം കയറി കഴിയുമ്പോൾ അവിടെ റെസ്ക്യൂ ബോട്ട്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നോർമലി റെസ്ക്യൂ ബോട്ട്സിലേക്ക് ആൾക്കാർ കയറാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹവും ഇങ്ങനെ ഓടുന്നുണ്ട് എല്ലാവരുടെയും കൂട്ടത്തിൽ. എല്ലാവരും താഴത്തെ ഡക്കിലേക്ക് ഓടുമ്പോൾ ഇയാൾ മുകളിലത്തെ ഡക്കിലേക്ക് ഓടുക. ഇയാൾ മുകളിലത്തെ ഡക്കിൽ കയറിയിട്ട് കൈയൊക്കെ പൊക്കിയിട്ട് ദൈവമേ പ്രതിസന്ധിയിലാണ്. എന്നെ സംബന്ധിച്ചോളം ഇത് പ്രതിസന്ധി മാത്രമല്ല ദൈവമേ, അവസരം കൂടെയാണ്. എന്താണ്, നിന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു അവസരമാണ്. ഇപ്പൊ ഞാൻ മാത്രമല്ല പെട്ടിരിക്കുന്നത്, എല്ലാരും പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ഒന്ന് പ്രത്യക്ഷപ്പെട്ട സംഭവം എളുപ്പമായി. ഇത്രയും നാൾ അനുഭവിച്ച നാണക്കേടൊക്കെ മാറുകയും ചെയ്യും, നമ്മളും രക്ഷപ്പെടും. അപ്പോൾ ആള് തീവ്രമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലൈഫ് ജാക്കറ്റും ബോട്ടുമായിട്ട് ഇറങ്ങിയ കുറച്ച് കൂട്ടുകാർ, ആദ്യത്തെ ഒരു 4-5 കൂട്ടുകാർ ഇയാളെ വിളിക്കാണ്, ഹലോ ഞങ്ങൾ പോവാണ് കേട്ടാ, നിങ്ങൾ വരുന്നുണ്ടോ അതോ ഈ ബോട്ട് പോട്ടേന്ന് ചോദിക്കും. അപ്പോൾ പുള്ളി തിരിഞ്ഞു നോക്കില്ല, പുള്ളി പ്രാർത്ഥനയിലാണ്. അപ്പോൾ ആ ബാച്ച് അങ്ങ് പോയി.
ഒരു 3-4 പേര് അടുത്തത് അവർക്കൊരു ലൈഫ് ജാക്കറ്റും ബോട്ടും ഒക്കെ കിട്ടി. അവരും ഇറങ്ങി ഇയാളെ വിളിക്കുന്നുണ്ട്, വരുന്നുണ്ടാ? ആ, ഞങ്ങൾ പോവാണ്, ഞങ്ങൾ തിരിച്ചു പോവാണ്. കയറും വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ആളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആള് പ്രത്യക്ഷപ്പെടാൻ വേണ്ടി പ്രത്യക്ഷപ്പെടാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ 3-ാമത്തെ ബോട്ടും വരികയാണ്. വന്നിട്ട് ഇയാൾ വിളിക്കണ്ട്, നിങ്ങൾ ഇറങ്ങി വരുന്നുണ്ടോ ഇല്ലേ? ഇതാണ് ഓപ്പർച്യൂണിറ്റി. ഇനി ബോട്ടില്ല, ജാക്കറ്റ് ഇല്ല, ഞങ്ങൾ പോകുന്നുണ്ട്, നീ ഇറങ്ങിക്കോ, രക്ഷപ്പെടാനുള്ള മാർഗമാണ്. ഇയാളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇയാളുടെ പ്രാർത്ഥനയുടെ തീവ്രത കൂടുന്നുണ്ട്. ഇവരെ വിളിക്കുമ്പോൾ പ്രാർത്ഥനയുടെ തീവ്രത കൂടുന്നുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബോട്ട് മുങ്ങി. ആള് വെള്ളത്തിനടിയിലായി. സ്വാഭാവികമായിട്ട് ആൾ മരിക്കുമല്ലോ, തീർച്ചയായിട്ടും. ഇനിയുള്ള ഭാവനയാണ് കേട്ടോ. അദ്ദേഹം ഡെഫിനറ്റ്ലി മരിച്ചു കഴിഞ്ഞു. പോയി, മറ്റവരൊക്കെ രക്ഷപ്പെട്ടു. അപ്പം ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്ന ആള് മരണത്തിലേക്ക് പോവാണ്. സ്വാഭാവികമായിട്ട് നാടകീയമായിട്ട് ഞാൻ എൻ്റെ ഭാവനയിൽ കാണുകയാണ്. പുള്ളി ഇങ്ങനെ ഈ ലോകം കഴിഞ്ഞ് അടുത്ത ലോകത്തേക്ക് പോകുമ്പോൾ ദൈവം അവിടെ ഇരിപ്പുണ്ട്. ഡെഫിനറ്റ്ലി ആൾക്ക് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു കൊടുത്ത്, അദ്ദേഹം ദൈവത്തെ ഇത്രയും സ്നേഹിച്ച മനുഷ്യനല്ലേ, സ്വർഗത്തിലേക്ക് പോകാൻ പറയും. അപ്പോൾ ആള് വളരെ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ നടന്നിട്ട് തല ഒന്ന് കുനിച്ചിട്ട് ദൈവത്തോട് ചോദിക്കും, എന്നാലും എന്നെ സഹായിച്ചില്ലല്ലോ. എന്നാലും സഹായിച്ചില്ല, വന്നില്ലല്ലോ. എന്തോരം വിളിയാണ് ഞാൻ വിളിച്ചത്, ജീവിതകാലം മുഴുവൻ വിളിച്ചു, അവസാന നിമിഷവും വിളിച്ചു, വന്നില്ലല്ലോ. അപ്പം ദൈവം അദ്ദേഹത്തോട് പറയാണ്, ഞാൻ ആദ്യം ഒരു നീല ബോട്ടിൽ വന്നു, നിന്നോട് കേറിക്കോന്ന് പറഞ്ഞു, നീ കയറിയില്ല. ഞാൻ പിന്നെ ഒരു പച്ച ബോട്ടിൽ വന്നു, പിന്നെയും വിളിച്ചു, നീ കയറിയില്ല. പിന്നെയും ഒരു ചുമന്ന ബോട്ടിൽ ഞാൻ വന്നു, നിന്നെ വിളിച്ചു, നീ കയറിയില്ല. എന്നിട്ട് ഇപ്പം നീ എൻ്റെ അടുത്ത് പരാതി പറയുന്നു, കയറി പോടാത്തെന്ന് പറയും. അപ്പോൾ ദൈവം അങ്ങനെ മനുഷ്യരുടെ രൂപത്തിലും ബോട്ടിന്റെ രൂപത്തിലും ജാക്കറ്റിന്റെ രൂപത്തിലും ചുമപ്പിന്റെ രൂപത്തിലും പച്ചയുടെ രൂപത്തിലും മഞ്ഞയുടെ രൂപത്തിലും ഒക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. അപ്പോൾ ആ പ്രത്യക്ഷപ്പെടുന്ന നിമിഷത്തിൽ അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു കണ്ടെത്തൽ, കൈകടത്തൽ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ ബോട്ടിൽ കയറണം. അതാണ് അതിന്റെ യുക്തി. അതാണ് യുക്തി. അപ്പം അതെ. യുക്തിവാദം എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ യുക്തിവാദം ഇവിടെയാണുള്ളത്. നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന പല ബോട്ടും നമ്മൾ വിചാരിക്കും അത് ആക്സിഡന്റലി സംഭവിക്കുകയാണ്. ഒന്നും ആക്സിഡന്റലി സംഭവിക്കില്ല. ആരൊക്കെ എവിടെയോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ മനുഷ്യരും ഓരോ അവസരമാണ്, ഓരോ ബോട്ടാണ്. ഓരോ മനുഷ്യരെ കാണുമ്പോഴും നാളെ മുതൽ ഓരോ ബോട്ടായിട്ട് മനസ്സിൽ സങ്കല്പിച്ച് എന്തോ കാര്യവുമായിട്ട് വന്നതാണ് അവർ. ആബ്സല്യൂട്ട്ലി. നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജുമായിട്ട് നമുക്ക് ചുറ്റും മനുഷ്യരും സാഹചര്യവും സന്ദർഭവും വന്നുകൊണ്ടേയിരിക്കുകയാണ്. മെസ്സേജ് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം നമ്മളുടേതാണ്. മനസ്സിലായി കഴിഞ്ഞാൽ അതിൽ ആക്ഷൻ എടുക്കുക, റിസൾട്ട് എടുത്ത് എൻജോയ് ചെയ്യുക. സെയിൽസ് സ്പിരിച്വലായിട്ട് കാണാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സെയിൽസിനെ സ്പിരിച്വലായിട്ട് കാണുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മുടെ മുന്നിൽ വെറുതെ വന്നതല്ല, പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ സെയിൽസ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഇരിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.